സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്. സമരം നാളെ മുതൽ ആരംഭിക്കുമെന്ന് KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. ഇന്ന് ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഡോക്ടർമാരുമായി ചർച്ച നടത്താനിരിക്കുന്നു. ചർച്ച ഫലം കണ്ടില്ലെങ്കിൽ അടിയന്തര ചികിത്സ ഒഴികെയുള്ള സേവനങ്ങളും അധ്യാപനവും നാളെ മുതൽ ഡോക്ടർമാർ ബഹിഷ്കരിക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. വിവരങ്ങളുമായി ദേവിക ഒരിക്കൽ കൂടി ചേരുകയാണ്. ദേവിക, സംസ്ഥാനത്തെ ഡോക്ടർമാർ ഏതായാലും സമരത്തിലേക്ക് കടക്കുകയാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരൊക്കെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? മുൻപും പല കാര്യങ്ങളും സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളതാണ്. ഇനിയും പരിഹരിക്കാത്ത ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആശുപത്രികൾ, അതൊക്കെ തന്നെയല്ലേ? തീർച്ചയായിട്ടും ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കണം. ഈ ശമ്പള DA കുടിശ്ശികകൾ അനുവദിക്കണം. കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നിട്ട് ദിവസങ്ങൾ ഒരുപാടായി. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കഴിഞ്ഞ വർഷം OP റിലേ ബഹിഷ്കരണമൊക്കെ നടത്തിയിരുന്നു. അതേ തുടർന്ന് ഈ ജൂലൈ 1-ാം തീയതിയാണ് കൃത്യമായി പറഞ്ഞാൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഡോക്ടർമാർ കടക്കുന്നത്. നവംബർ മാസം 10-ാം തീയതി ഈ തുടർച്ചയായിട്ടുള്ള സമരങ്ങളെ തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡോക്ടർമാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ ഡോക്ടർമാർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ആ ഉറപ്പൊന്നും പാലിക്കാത്ത സാഹചര്യത്തിലാണ് നാളെ മുതൽ ഇത്തരത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ഡോക്ടർമാർ കടക്കുന്നത്. ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന മേഖലയാണ്. അതിൽ ഡോക്ടർമാരും കൂടി മാറി നിൽക്കുമ്പോൾ ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്താകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് ധനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ KGM-CTA ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൽ ഇവർക്കൊരു ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ നാളെ മുതൽ സമരം നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് എന്തായാലും KGM-CTA ഭാരവാഹികൾ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവരുടെ തുടർ നടപടികൾ എന്തെല്ലാമായിരിക്കുമെന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ 19-ാം തീയതി സെക്രട്ടേറിയറ്റ് ധർണയടക്കമുള്ള സമര പരിപാടികളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡോക്ടർമാരുടെ തീരുമാനം. മായ, ദേവികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.